Hello guys, welcome back to my YouTube channel Medical Study with me Anu. Myself Anupama. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പാത്തോളജിയിലെ ഒരു ടോപ്പിക്കാണ്. പാത്തോളജിയിൽ കാർസിനോമ ഓഫ് ബ്രസ്റ്റ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഉണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ പാത്തോജനസിസും പാത്തോജനസിസ് അല്ല പാറ്റേൺസും റിസ്ക് ഫാക്ടേഴ്സൊക്കെ ആയിരുന്നു ഫസ്റ്റ് ക്വസ്റ്റനിൽ പറഞ്ഞത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമായിട്ട് പാറ്റേൺസ് ഒക്കെ ചോദിക്കാം. ഇപ്പോൾ പറയുന്നത് ഈ ഒരു വീഡിയോയിലുള്ളത് ഇതിൻ്റെ തന്നെ ക്ലാസിഫിക്കേഷനകത്ത് നമ്മൾ പറഞ്ഞു എപ്പിത്തീലിയൽ ട്യൂമേഴ്സ് ഉണ്ട്, ഫൈബ്രോ എപ്പിത്തീലിയൽ ട്യൂമേഴ്സ് ഉണ്ട്, അതുകൂടാതെ എന്തുണ്ട്, ട്യൂമേഴ്സ് ഓഫ് നിപ്പിളും ഉണ്ട്. സോ ഇതാണ് 3 ക്ലാസിഫിക്കേഷൻ ഓഫ് ട്യൂമർ. ഇതിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഫസ്റ്റ് ക്ലാസിഫിക്കകത്ത് എപ്പിത്തീലിയൽ ട്യൂമേഴ്സിനകത്തുള്ള ഇൻവേസീവിനെ കുറിച്ചും നോൺ ഇൻവേസീവിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ഈ ഒരു വീഡിയോയിൽ ഇൻവേസീവ് കാർസിനോമ, നോൺ ഇൻവേസീവ് കാർസിനോമയെ കുറിച്ചിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇൻവേസീവ് കാർസിനോമ അതുകൂടാതെ ഫൈബ്രോ അഡിനോമാസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് രണ്ടെണ്ണം നോൺ ഇൻവേസീവ് കാർസിനോമയ്ക്കകത്ത് ഡക്ടൽ കാർസിനോമ ഇൻസിറ്റു ആൻഡ് ലോബുലർ കാർസിനോമ ഇൻസിറ്റു. അതിൻ്റെ മോർഫോളജീസ്, മോളിക്കുലർ ഫീച്ചേഴ്സ്, മോളിക്കുലർ ക്ലാസിഫിക്കേഷൻ, ഗ്രോസ് ആൻഡ് മൈക്രോസ്കോപ്പി. സോ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. Classification of common breast tumors. Mainly the common breast tumors മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, വിച്ച് ഇസ് എപ്പിത്തീലിയൽ ട്യൂമർ, ട്യൂമേഴ്സ് ഓഫ് നിപ്പിൾ ആൻഡ് ഫൈബ്രോ എപ്പിത്തീലിയൽ ട്യൂമേഴ്സ്. എപ്പിത്തീലിയൽ ട്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അത് മൂന്നായിട്ട് അഗെയിൻ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് ആർ പ്രിക്കസർ ലീഷൻസ് ഓർ നോൺ ഇൻവേസീവ് കാർസിനോമ, ഇൻവേസീവ് ബ്രസ്റ്റ് കാർസിനോമ ആൻഡ് പാപ്പിലറി ലീഷൻസ്. നോ വാട്ട് ഈസ് നോൺ ഇൻവേസീവ്? നോൺ ഇൻവേസീവ് എന്ന് പറയുമ്പോൾ എന്താ, ഇൻഫിൽട്രേറ്റ് ചെയ്യാത്ത ലീഷൻസ് ആണ്. സോ വിച്ച് ആർ ductal carcinoma in situ and lobular carcinoma in situ. Whereas invasive എന്ന് പറയുമ്പോൾ എന്താ, അത് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇൻഫിൽട്രേറ്റിംഗ് ആയിട്ടുള്ള ബ്രസ്റ്റ് കാർസിനോമാസ് ആണ് ഇൻവേസീവ് ബ്രസ്റ്റ് കാർസിനോമ, വിച്ച് ആർ ഇൻവേസീവ് കാർസിനോമ ഓഫ് നോ സ്പെഷ്യൽ ടൈപ്പ്, ഇതാണ് കോമൺ, ആൻഡ് ഇൻവേസീവ് ലോബുലാർ കാർസിനോമ. ആൻഡ് സ്പെഷ്യൽ ഹിസ്റ്റോളജിക്കൽ ടൈപ്സ് ഓഫ് ഇൻവേസീവ് കാർസിനോമ ആർ മെഡുലറി കാർസിനോമ, mucinous carcinoma, which are colloidal carcinoma. Then third one is tubular carcinoma. അതാണ് 3 types of special histological types of invasive carcinomas. ഇത് കൂടാതെ പാപ്പിലറി ലീഷൻസ് ഉണ്ട്, വിച്ച് ആർ ഇൻട്രാഡക്റ്റിൽ വരാം, ഇൻട്രാഡക്റ്റൽ പാപ്പിലോമ ഓർ ഇൻട്രാഡക്റ്റൽ പാപ്പിലറി കാർസിനോമ ഓർ സോളിഡ് പാപ്പിലറി കാർസിനോമ. നെക്സ്റ്റ് ഈസ് ട്യൂമേഴ്സ് ഓഫ് നിപ്പിൾ. ട്യൂമേഴ്സ് ഓഫ് നിപ്പിൾ ഏതൊക്കെയാണ്? നിപ്പിൾ അഡിനോമ ആൻഡ് പേജറ്റ്സ് ഡിസീസ് ഓഫ് നിപ്പിൾ. ദീസ് ആർ ദി ട്യൂമേഴ്സ് ഓഫ് ദി നിപ്പിൾ. അതുകൂടാതെ ഫൈബ്രോ എപ്പിത്തീലിയൽ ട്യൂമേഴ്സ് ഉണ്ട്. ഫൈബ്രോ എപ്പിത്തീലിയൽ ട്യൂമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫൈബ്രോ അഡിനോമയും ഫില്ലോയിഡ് ട്യൂമറുവാ. ഈ ഫൈബ്രോ അഡിനോമയ്ക്കാണ് ബ്രസ്റ്റ് മൗസ് എന്ന് പറയുന്നത്. ബ്രസ്റ്റ് മൗസ് ആണ് ക്ലിനിക്കൽ എക്സാമിനേഷനിൽ ഫൈബ്രോ അഡിനോമയിൽ കാണിക്കുന്നത്. വേറെ ഫില്ലോയിഡ് ട്യൂമറിനകത്ത് ദേ ആർ ലോ ഗ്രേഡ് ആൻഡ് ഹൈ ഗ്രേഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. Precursor lesions are non-invasive carcinoma. Mainly they are divided into 2, which are ductal carcinoma in situ and lobular carcinoma in situ. ഈ ഡക്ടൽ കാർസിനോമ ഇൻസിറ്റു എന്ന് പറയുമ്പോൾ പേര് തന്നെ ഉണ്ടല്ലേ, ഡക്റ്റിലാണ് ഇത് വരുന്നത്. ലോബുലർ കാർസിനോമ ഇൻസിറ്റു എന്ന് പറയുമ്പോൾ ഇവിടെ ലോബ്യൂൾസിൽ നിന്നായിരിക്കും ഇത് സ്റ്റാർട്ടിങ് സൈറ്റ് വരുന്നത്, സൈറ്റ് ഓഫ് ഒറിജിൻ. ദെൻ കാർസിനോമ ഇൻസിറ്റു വാസ് ഒറിജിനലി ക്ലാസിഫൈഡ് ആസ് ഡക്ടൽ ഓർ lobular based on the resemblance of involved space to the normal duct or lobules. വാട്ട് ഈസ് ഡക്ടൽ കാർസിനോമ ഇൻസിറ്റു? ഇതിനെക്കുറിച്ച് പറയാം. അപ്പം ഡക്ടൽ കാർസിനോമ ഇൻസിറ്റു എന്ന് പറയുമ്പോൾ ഇത് കൺസിസ്റ്റ് ഓഫ് എ മാലിഗ്നൻറ്റ് സെൽ ലിമിറ്റഡ് ടു ദ ഡക്ട് ഓർ ലോബ്യൂൾസിനോടോ ഡക്റ്റിനോടോ ലിമിറ്റ് ചെയ്തിട്ടുള്ള മാലിഗ്നൻറ്റ് സെല്ലാണ് ഡക്ടൽ കാർസിനോമ ഇൻസിറ്റു. ഇതെങ്ങനെ ലിമിറ്റ് ചെയ്യുന്നത്? ബിക്കോസ് ഈ ബേസ്മെൻറ്റ് മെംബ്രെയിൻ വെച്ച് ഇത് ലിമിറ്റ് ചെയ്യും. സോ ദിസ് ആർ ദി മാലിഗ്നൻറ്റ് സെൽ ലിമിറ്റഡ് ടു ദ ഡക്ട് ആൻഡ് ലോബ്യൂൾസ് ബൈ ദി ബേസ്മെൻറ്റ് മെംബ്രെയിൻ. They are myeloepithelial cells which are preserved. Myeloepithelial cells, breastile myeloepithelial cells are preserved and they are limited by the basement membrane. ഇതാണ് നോൺ ഇൻവേസീവും ഇൻവേസീവും തമ്മിലുള്ള വ്യത്യാസം. നോൺ ഇൻവേസീവ് എന്ന് പറയുമ്പം ബേസ്മെൻറ്റ് മെംബ്രെയിൻ ലിമിറ്റ് ചെയ്യുന്നുണ്ട് ട്യൂമറിനെ. വെറാസ് ഇൻവേസീവ് ആണെങ്കിലോ ദേ ആർ നോട്ട് ലിമിറ്റഡ് ബൈ ദി ബേസ്മെൻറ്റ് മെംബ്രെയിൻ. Then ductal carcinoma in situ usually involves a small and medium sized duct. Mainly involve ആവുന്നത് ഏതൊക്കെയാണ്? Small and medium sized ducts. And ductal carcinoma in situ can spread throughout the duct and lobules, and thus it can produce extensive lesions involving an entire section of breast. ഡക്ടൽ കാർസിനോമ ഇൻ സിറ്റു ഈസിലി സ്പ്രെഡ് ചെയ്യാൻ പറ്റുമല്ലേ, ബിക്കോസ് ഡക്റ്റിലും ലോബ്യൂൾസിലൊക്കെ അല്ലേ സ്പ്രെഡ് ചെയ്യുന്നത്. ഡക്റ്റിലൂടെയും ലോബ്യൂൾസിലൂടെയും ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് ദി ബ്രസ്റ്റിൽ ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ബട്ട് ദേ ആർ ലിമിറ്റഡ് ബൈ ബേസ്മെൻറ്റ് മെംബ്രെയിൻ. സോ ഇവർ ഭയങ്കര എക്സ്റ്റെൻസീവ് ലീഷൻ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻ്റെ സെക്ഷൻ ഓഫ് ബ്രസ്റ്റിലും ഇത്
അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും, അതായത് സ്പ്രെഡ് ചെയ്യുന്നുണ്ടാവും. ദെൻ മോർഫോളജി. Ductal carcinoma in situ is divided into 2 subtypes depending on the architecture, which is ductal carcinoma in situ comedo and non-comedo. Comedo എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പിമ്പിൾ എനിക്ക് സ്മോൾ ബംപ് എന്നാണ് കൊമീഡോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പം ഡക്ടൽ കാർസിനോമ ഇൻ സിറ്റു കൊമീഡോ ഹൈ ഗ്രേഡ് സബ്ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ബംപ് ഉണ്ടാവുന്നുണ്ട്. വെറാസ് നോൺ കൊമീഡോ ഡക്ടൽ കാർസിനോമ ഇൻ സിറ്റു എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി either സോളിഡ്, ക്രിബ്രിഫോം, പാപ്പിലറി ഓർ മൈക്രോ പാപ്പിലറി ആയിരിക്കും. Then majority of the ductal carcinoma in situ shows a mixture of the above patterns. First of all, ductal carcinoma in situ യുടെ കൊമീഡോ എന്ന് പറയുന്നത് കൊമീഡോ ഹൈ ഗ്രേഡ് സബ് ടൈപ്പ്. കൊമീഡോ എന്ന് പറയുമ്പോൾ അറിയാലോ സ്മോൾ ബംപ് ഉണ്ടാവും. ബമ്പിനകത്ത് എന്തൊക്കെയാണെന്നാണ് ഞാൻ അറിയേണ്ടത്. ഗ്രോസ്ലി എന്ത് കാണാൻ പറ്റും? ഗ്രോസ്ലി കട്ട് സർഫസ് ഓഫ് ദി ട്യൂമർ ഷോസ് ഡിസ്റ്റൻഡഡ് ഡക്റ്റ് ലൈക്ക് സ്ട്രക്ചർ containing white necrotic material similar in appearance to the comedones. Comedones എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സ്മോൾ ബംപ്, ഒരു പിമ്പിൾ പോയൊരു ബംപ്. ആ ബമ്പിനകത്ത് എന്താ കാണുന്നത്? വൈറ്റ് നെക്രോട്ടിക് മെറ്റീരിയൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡക്റ്റ് എന്തായിരിക്കും? കുറച്ച് ഡിസ്റ്റൻറ്റഡ് ആയിരിക്കും. സോ ഗ്രോസ്ലി നമുക്ക് ഡിസ്റ്റൻറ്റഡ് ആയിട്ടുള്ള ഡക്റ്റ് ലൈക്ക് സ്ട്രക്ചർ, കാരണം ഡക്റ്റിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഡക്റ്റൽ കാർസിനോമ ഇൻ സിറ്റു എന്ന് പറയുമ്പോൾ അഫക്റ്റിംഗ് ഡക്റ്റിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ ഡക്റ്റ് കുറച്ച് ഡിസ്റ്റൻറ്റഡ് ആക്കി. സോ ഡിസ്റ്റൻറ്റഡ് ഡക്റ്റ് ലൈക്ക് സ്ട്രക്ചർ. അതിനകത്ത് എന്താ ഉള്ളത്? വൈറ്റ് ആൻഡ് നെക്രോട്ടിക് മെറ്റീരിയൽ ആൻഡ് വിച്ച് ഗിവ്സ് എ സിമിലർ അപ്പിയറൻസ് ടു ദാറ്റ് ഓഫ് കൊമീഡോൺസ്. Microscopically, duct contain solid sheets of very large pleomorphic epithelial cells having pleomorphic irregular hyperchromatic nuclei. The central area shows necrosis. അപ്പം മൈക്രോസ്കോപ്പിക്കലി എന്താ കാണുന്നത്? ഈ സെൽ എന്ന് പറയുമ്പോൾ പ്ലിയോമോർഫിക് ആയിരിക്കും. പ്ലിയോമോർഫിക് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ന്യൂക്ലിയസിൽ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് കാണും. ഈ HND സ്റ്റെയിനിങ് യൂസ് ചെയ്യുമ്പോൾ എച്ചും ഇയും രണ്ട് കളറും, ബ്ലൂ ആൻഡ് വയലറ്റ്, ഇലിയാക് ആൻഡ് വയലറ്റ് കളേഴ്സ് ഉണ്ടല്ലോ, രണ്ടും കാണാൻ പറ്റും. ദാറ്റ് ഈസ് ലാർജ് പ്ലിയോമോർഫിക് എപ്പിത്തീരിയൽ സെൽസിൽ തന്നെ ന്യൂക്ലിയസിന് രണ്ട് കളറും കാണാൻ പറ്റും. അവൻ പ്ലിയോമോർഫിക് ഇർറെഗുലർ ഹൈപ്പർക്രോമാറ്റിക് ന്യൂക്ലിയ എങ്ങനത്തെയാണ്? ഹൈപ്പർക്രോമാറ്റിക് ആണ്. ആൻഡ് ദേ ആർ ഇർറെഗുലർ ആയിട്ടുള്ള ഹൈപ്പർക്രോമാറ്റിക് ന്യൂക്ലിയ വിച്ച് ആർ പ്ലിയോമോർഫിക് ആയിരിക്കും. ആൻഡ് ദി സെൻട്രൽ ഏരിയ ഷോസ് നെക്രോസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഗ്രോസ് അപ്പിയറൻസിൽ ഡക്ടൽ കാർസിനോമ ഇൻ സിറ്റുവിൽ കൊമിഡോൺസ് ഉള്ള ഗ്രോസ് അപ്പിയറൻസിൽ എന്ത് കാണാൻ പറ്റും? വൈറ്റ് നെക്രോട്ടിക് മെറ്റീരിയൽ ആയിരിക്കും കണ്ടൻറ്റ് ആയിട്ട് ഉദ്ദേശിച്ചത്. ഡക്ട് ലൈക്ക് സ്ട്രക്ചറിൻ്റെ കണ്ടൻറ്റ് വൈറ്റ് ആൻഡ് നെക്രോട്ടിക് മെറ്റീരിയൽ അല്ലേ. അപ്പോൾ മൈക്രോസ്കോപ്പിക്കലി എന്ത് കാണണം? സെൻട്രൽ ഏരിയ നെക്രോസിസ് കാണണം. ദാറ്റ് സെൻട്രൽ ഏരിയയുടെ നെക്രോസിസ് കണ്ടു. പിന്നെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ, അതൊരു കാർസിനോമയല്ല. കാർസിനോമ എന്ന് പറയുമ്പം മാലിഗ്നന്റ് സെൽ കാർസിനോമ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചുറ്റിനുള്ള എപ്പിത്തീരിയൽ സെൽസ് എന്ത് പറ്റും? എപ്പിത്തീരിയൽ സെൽസ് ബിക്കം ലാർജ്, സോളിഡ് ഷീറ്റ്സ് വെരി ലാർജ്. പിന്നെ പ്ലിയോമോർഫിക് ആയിട്ട് മാറും. പ്ലിയോമോർഫിക് ആയിട്ടുള്ള എപ്പിത്തീരിയൽ സെൽസിനെ കിട്ടും. ആൻഡ് ഈ സെൽസിൻ്റെ ന്യൂക്ലിയസ് എങ്ങനെ ആയിരിക്കും? ഹൈപ്പർക്രോമാറ്റിക് ആയിരിക്കും. ആൻഡ് ദേ ആർ ഓൾസോ പ്ലിയോമോർഫിക് ആൻഡ് ഇർറെഗുലർ. നെക്സ്റ്റ് ഈസ് സെൻട്രൽ ഏരിയ. വാട്ട് അബൌട്ട് സെൻട്രൽ ഏരിയ? സെൻട്രൽ നെക്രോട്ടിക് ഏരിയയിൽ ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ കാണാൻ പറ്റും. ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? കാൽസിഫിക്കേഷൻ ക്യാൻ ബി either മെറ്റാസ്റ്റാസിസ് ഓർ ഡിസ്ട്രോഫിക് ആയിരിക്കും. എന്താ ഡിസ്ട്രോഫിക് എന്ന് പറയാൻ കാരണം എന്താ? ബിക്കോസ് ഇറ്റ് കോസസ് ഡാമേജ് ടു ദാറ്റ് പർട്ടിക്കുലർ സെൽ. സെല്ലിന് ഡാമേജ് ഉണ്ടാക്കുമ്പോൾ ദേ ആർ കോൾഡ് എസ് ഡിസ്ട്രോഫിക്. മെറ്റാസ്റ്റസൈസ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വേറൊരു ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യുക, അതാണ് മെറ്റാസ്റ്ററ്റിക് കാൽസിഫിക്കേഷൻ. പക്ഷേ ഇവിടെ വരുന്ന ഏതാ? ഡിസ്ട്രോഫിക് ആണ്, ഡാമേജ് വരുത്തുന്നുണ്ട്. നോൺ കൊമീഡോ DCIS, ദാറ്റ് ഈസ് ഡക്ടൽ കാർസിനോമ ഇൻ സിറ്റു നോൺ കൊമീഡോ എന്ന് പറയുമ്പോൾ സ്മോൾ ബംപ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇൻ ദീസ് ട്യൂമേഴ്സ് ഡക്ട്സ് കണ്ടെയ്ൻ മോണോമോർഫിക് population of tumor cells with a nuclear grade ranging from low to high. So low to high ആയിട്ടുള്ള ന്യൂക്ലിയർ ഗ്രേഡിങ് ഉള്ള മോണോമോർഫിക് പോപ്പുലേഷൻ ഓഫ് ട്യൂമർ സെൽസ്. മോണോമോർഫിക് എന്ന് പറയുമ്പോൾ സിമിലർ ടൈപ്പ് ഓഫ് ട്യൂമർ സെൽസ് ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത്. Both the tumor cells and the nucleus are smaller and more regular than that of comedone type. Comedone ടൈപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നോർമൽ സെൽസ് വെച്ചിട്ടല്ല. കോമിഡോൺ അത് സ്മോൾ ബംപ്, നെക്രോട്ടിക് ഏരിയ, വൈറ്റ് നെക്രോട്ടിക് ഏരിയ, ഗ്രോസ്ലി കാണാൻ പറ്റുന്ന സെൻട്രലി കാണാൻ പറ്റുന്ന ആ ഒരു ബമ്പിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവരെന്ന് പറയുമ്പം ട്യൂമർ സെൽസും അതുപോലെ ന്യൂക്ലിയസും സ്മോളർ ആയിരിക്കും, കൂടാതെ അവർ ഇറഗുലർ ആയിരിക്കും. ഇറഗുലർ അല്ല, മോർ റെഗുലർ ആയിരിക്കും. നെക്രോസിസ് ഒക്കെ മിനിമൽ ഒരു ആബ്സെൻസ്, ചിലപ്പോഴൊക്കെ നെക്രോസിനുള്ളിൽ കാണാൻ പറ്റും. സെൻട്രൽ നെക്രോട്ടിക് ഏരിയ കോമിഡോൺ ടൈപ്പിൽ നെക്രോട്ടിക് ഏരിയ ഉണ്ട്, കൂടാതെ കാൽസിഫിക്കേഷൻ മൈക്രോസ്കോപ്പിക്കലി കാണുന്നുണ്ടായിരുന്നു. ബട്ട് ഇവിടെ എന്താ? നെക്രോസിസ് ഒക്കെ മിനിമൽ ഒരു ആബ്സെൻ്റ് ആയിരിക്കും. ദെൻ ദിസ് നോൺ കൊമിഡോൺ ഹാസ് സർട്ടൻ ആർക്കിടെക്ചറൽ പാറ്റേൺസ് ലൈക്ക് സോളിഡ് DCIS ആവാം, അല്ലെങ്കിൽ ക്രിബ്രിഫോം ആവാം, പാപ്പിലറി ആവാം, അല്ലെങ്കിൽ മൈക്രോ പാപ്പിലറി ആവാം.
What is solid DCIS? Solid എന്ന് പറയുമ്പോൾ എന്താ? It shows tumor cells completely filling the involved space. ആ ഒരു പർട്ടിക്കുലർ സ്പേസിൽ അത് ഏതെങ്കിലും ഒരു ഡക്റ്റിൽ അത് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് ഇൻവോൾവ് ആയിട്ടുള്ള സ്പേസിലും ഫില്ലിംഗ് ആയിട്ട് വരുമ്പോഴാണ് അതിനെ സോളിഡ് DCIS എന്ന് വിളിക്കുന്നത്. സോളിഡ് ആണ്, ഹാർഡായി, സോളിഡായി. ദാറ്റ് ഇസ് ട്യൂമർ സെൽസ് കംപ്ലീറ്റ്ലി ഫില്ലിംഗ് ദി ഇൻവോൾവ് സ്പേസ്. അപ്പോൾ ഹാർഡായല്ലോ, ഇത് സോളിഡ്. ക്രിബ്രിഫോം DCIS എന്ന് പറയുമ്പോൾ എന്താ? ദി സ്പേസ് ബിറ്റ്വീൻ ദി ഇൻട്രാഡക്ടൽ ട്യൂമർ സെൽസ് ദാറ്റ് ആർ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് റെഗുലർ ഇൻ ഷേപ്പ്. റെഗുലർ ഇൻ ഷേപ്പ് ആയിട്ടുള്ള ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുള്ള ഇൻട്രാഡക്ടൽ ഡക്റ്റിൻ്റെ ഇടയിൽ ഇൻ്റർ എന്ന് പറയുമ്പോൾ ഇടയ്ക്ക്. അപ്പോൾ ഇൻട്രാഡക്ടൽ ട്യൂമേഴ്സ് ആണ്. ഇൻട്രാഡക്ടൽ ട്യൂമേഴ്സ് അപ്പം ക്രിബ്രിഫോം DCIS എന്ന് വിളിക്കും. Whereas papillary DCIS എന്ന് പറയുമ്പോൾ ഇറ്റ് ഷോസ് പാപ്പിലെ വിത്ത് ഫൈബ്രോവാസ്കുലാർ കോർ ആൻഡ് വിത്തൗട്ട് ദി നോർമൽ മയോഎപ്പിത്തീലിയൽ സെൽസ്. ഈ പാപ്പിലെ വിത്ത് ഫൈബ്രോവാസ്കുലാർ കോർ ഉണ്ടെങ്കിലാണ് പാപ്പിലറി DCIS. ബട്ട് ഇവിടെ ഫൈബ്രോവാസ്കുലർ കോർ ഇല്ലെങ്കിലോ ദേ ആർ മൈക്രോ പാപ്പിലറി. ദേ ഷോസ് ബൾബസ് പ്രൊട്രൂഷൻ വിത്തൗട്ട് എ ഫൈബ്രോവാസ്കുലാർ കോർ. സോ papillae with fibrovascular core are called as papillary DCIS, whereas papillae or bulbous protrusion without the fibrovascular core ആണ് micropapillae. This is about the morphology of ductus carcinoma in situ. എന്തൊക്കെ മോർഫോളജിയിൽ പറഞ്ഞത്? 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, കൊമിഡോണും നോൺ കൊമിഡോൺ DCISഉം. കൊമിഡോ DCIS എന്ന് പറയുമ്പോൾ എന്താ? ഗ്രോസിൽ നമുക്ക് വൈറ്റ് നെക്രോട്ടിക് ഏരിയ സെൻട്രലി കാണാൻ പറ്റും. ആൻഡ് ഇത് ഡക്റ്റിലെ എഫക്റ്റ് ചെയ്യുന്നത്. സോ ഡക്റ്റ് ബിക്കം ഡിസ്റ്റൻഡ് ഡക്റ്റിലെ സ്ട്രക്ചർ ആയിരിക്കും. മൈക്രോസ്കോപ്പിക്കലി എന്താ കാണാൻ പറ്റുന്നത്? എപ്പിത്തീലിയൽ സെൽസിലുള്ള മാറ്റം എന്താ? ദേ ബിക്കം പ്ലിയോമോർഫിക് ആൻഡ് ലാർജ് ആൻഡ് പ്ലിയോമോർഫിക്. വെറാസ് ന്യൂക്ലിയസ് ദേ ആർ ഓൾസോ പ്ലിയോമോർഫിക്. കൂടാതെ ദേ ബിക്കം ഹൈപ്പർ ക്രോമാറ്റിക് ആൻഡ് ഇറഗുലർ. ആൻഡ് സെൻട്രലി നെക്രോട്ടിക് ഏരിയയിൽ ഡിസ്ട്രോഫിക് ക്ലാസിഫിക്കേഷൻ കൂടി കാണാൻ പറ്റും. വെറാസ് നോൺ കൊമിഡോൺ ടൈപ്പ് ആണെങ്കിൽ മെയിൻലി ഇവർ ട്യൂമർ സെൽസ് മോണോമോർഫിക് ആയിരിക്കും, റെഗുലർ ആയിരിക്കും. ന്യൂക്ലിയസ് വിത്ത് ഹൈ ടു ലോ ഗ്രേഡ് വരുന്ന ലോ ടു ഹൈ ഗ്രേഡ് വരുന്ന ന്യൂക്ലിയർ ഗ്രേഡിങ്സ് ഇടാൻ പറ്റുന്ന സെൽസ് ആയിരിക്കും. ആൻഡ് ട്യൂമർ സെൽസും ന്യൂക്ലിയസും ഒക്കെ സ്മോളർ ആൻഡ് മോർ റെഗുലർ ആണ്. നെക്രോസിസ് വിൽ ബി മിനിമം ഓർ ആബ്സെൻറ്റ്. ആൻഡ് ഇവർക്ക് പർട്ടിക്കുലർ ഡിഫറെൻറ്റ് പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. DCIS ക്യാൻ ബി ഇത് സോളിഡ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഫില്ലാവണം. ക്രിബ്രിഫോം എന്ന് പറയുമ്പോൾ ഇൻട്രാഡക്റ്റിലി ഫില്ലാവണം. പാപ്പിലറി എന്ന് പറയുമ്പോൾ പാപ്പിലറി വിത്ത് പാപ്യൂൾസ് വിത്ത് വാസ്കുലർ കോർ ഉണ്ടാവണം. വെറസ് മൈക്രോ പാപ്പിലറി എന്ന് പറയുമ്പോൾ ഫൈബ്രോവാസ്കുലർ കോർ ഉണ്ടാവത്തില്ല. ക്യാൻ ബി ഇത് ബൾബസ് ഓർ പാപ്പിലറി പ്രൊട്രൂഷൻസ് ഉണ്ടാവും. ദെൻ പ്രോഗ്നോസിസ് develops invasive carcinoma. So there is low grade DCIS may develop invasive carcinoma if left untreated. ഇതാണ് പ്രോഗ്നോസിസ് വരുന്നത്. ലോബുലാർ കാർസിനോമ ഇൻസിറ്റു എന്ന് പറയുമ്പോൾ ദേ ആർ ബൈലാട്രൽ ആയിരിക്കും. 2 സെല്ലും കാണും, ബൈലാട്രൽ ആവാം. ദെൻ മോർ കോമൺ ഇൻ യങ് വുമൺ ആൻഡ് മെജോറിറ്റി ഒക്കറിങ് ബിഫോർ മെനോപോസ്. സോ ദേ മെജോർലി ഇറ്റ് ഒക്കേഴ്സ് ബിഫോർ മെനോപോസ് ആൻഡ് കോമൺലി എഫക്ട് യങ് വുമൻസ്. മോളിക്കുലർ ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു? മോളിക്കുലർ ചേഞ്ചസ് എന്ന് പറയുമ്പം ലോബുലാർ കാർസിനോമ ഇൻസിറ്റു ഈസ് അസോസിയേറ്റഡ് വിത്ത് മ്യൂട്ടേഷൻ ഇൻ കാഡറിൻ ജീൻ. സോ കാഡറിൻ ജീൻ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്ന? അഡഹഷന് വേണ്ടിയിട്ടാണ്, മോളിക്കുലർ അഡഹഷന് വേണ്ടി, ഡിഫറെൻറ്റ് സെൽസിൻ്റെ അഡഹഷന് വേണ്ടിയിട്ട്. ബട്ട് ഇൻ കേസ് ഇഫ് ദർ ഈസ് എനി മ്യൂട്ടേഷൻ ഇൻ കാഡറിൻ ജീൻ എന്ത് പറ്റും? ദർ റിസൾട്ട് ഇൻ ലാക്ക് ഓഫ് അഡഹസീവ് മോളിക്യൂൾസ് കാഡറിൻ. സോ it will result in rounded tumor cells due to lack of attachment to adjacent cells. Adjacent cellular attachment ഇല്ലാത്തതുകൊണ്ട് തന്നെ tumor cells become round. So what happens? റൗണ്ടിലായിരിക്കും കാണുന്നത് ട്യൂമർ സെൽസ്, റൗണ്ടായിട്ടായിരിക്കും ഇരിക്കുന്നത്. ബിക്കോസ് അഡ്ജസൻറ്റ് സെൽസിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട്. ആൻഡ് ലാക്ക് ഓഫ് കാഡറിൻ എക്സ്പ്രസസ് കൺഫേം ദി ലോബുലാർ നേച്ചർ ഓഫ് ന്യൂപ്ലാസ്റ്റിക് സെൽസ്. സോ ലാക്ക് ഓഫ് കാഡറിൻ എക്സ്പ്രഷൻ ഈസ് എ കൺഫോർമേറ്ററി സൈൻ ആണ് എന്തിൻ്റെ? ലോബുലാർ നേച്ചർ ഓഫ് ന്യൂപ്ലാസ്റ്റിക് സെൽസിൻ്റെ. സോ മോളിക്കുലർ ചേഞ്ചസ് എന്തൊക്കെയാണ് വരുന്നത്? നേരത്തെ പറഞ്ഞ ഡക്ടൽ കാർസിനോമ ഇൻസിറ്റുവിനകത്ത് ജസ്റ്റ് മാലിഗ്നന്റ് സെൽസ് ആർ ലിമിറ്റഡ് ബൈ ദി ബേസ്മെന്റ് മെംബ്രെയിൻ. ഇറ്റ് അഫക്റ്റഡ് ഡക്ട് ആൻഡ് ലോബ്യൂൾസ്. ഇങ്ങനെയായിരുന്നു. ആൻഡ് ദേ പ്രൊഡ്യൂസസ് എക്സ്റ്റെൻസീവ് ആയിട്ട് ലീഷൻസ് ഉണ്ടാക്കും ത്രൂ ഔട്ട് ദി ഡക്ട് ആൻഡ് ലോബ്യൂൾസ്. ആ ഇൻ്റർസെക്ഷൻ ഓഫ് ബ്രസ്റ്റിനെ ഇത് അഫക്റ്റ് ചെയ്യും. വെറാസ് ഈ ലോബുലാർ കാർസിനോമ ഇൻസിറ്റുവോ ഇതാണെങ്കിൽ യങ് വുമൻസിനെ ആയിരിക്കും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഇതെന്തുകൊണ്ട് ഉണ്ടാകുന്നത്? ദേ ആർ അസോസിയേറ്റഡ് വിത്ത് ദി മ്യൂട്ടേഷൻ ഇൻ കാഡറിൻ ജീൻ. ആൻഡ് മ്യൂട്ടേഷൻ ഇൻ കാഡറിൻ ജീൻ, കാഡറിനെ എന്തിനാണ് ഹെൽപ്പ് ചെയ്തത്? അഡഹഷന് വേണ്ടിയിട്ട്. സോ if there is any mutation in cadherin gene result in lack of adhesion. If there is any lack of adhesion എന്ത് പറ്റും? adjacent സെല്ലുമായിട്ട് അവർക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. ലോസ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ടു adjacent സെൽ ആവും. സോ ദേ ബിക്കം റൗണ്ടഡ് ട്യൂമർ സെൽസ് ആയിരിക്കും അപ്പിയർ ആവുന്നത്. ആൻഡ് ലാക്ക് ഓഫ് cadherin എക്സ്പ്രഷൻ കൺഫേംസ് വാട്ട്? ലോബുലാർ നേച്ചർ ഓഫ് ന്യൂപ്ലാസ്റ്റിക് സെൽസ്. ദെൻ മോർഫോളജി. Morphologically, they consist of loose and non-cohesive cells having oval or round regular nuclei and small nucleoli.
സോ മോർഫോളജിക്കലി എന്താ കാണുന്നത്? മോർഫോളജിക്കലി ലൂസ് ആയിട്ടുള്ള നോൺ കോസീവ് ആയിട്ടുള്ള സെല്ലായിരിക്കും. ആൻഡ് they look round or oval, regular nucleus, small nucleoli on microscope. Then tumor cells എങ്ങനെയായിരിക്കും? tumor cells become smaller and more monotonous than in DCIs. DCIs നമ്മൾ പറഞ്ഞു നോൺ കൊമിഡോ ഉണ്ട്, കൊമിഡോ ഉണ്ട്. കൊമിഡോ മോണോട്ടോണസ് അല്ലായിരുന്നു, ക്ലിയോമോർഫിക് ആണ്. എന്നാൽ നോൺ കൊമിഡോ DCIs ഇസ് സംവാട്ട് മോണോട്ടോണസ് ദാൻ DCIs കൊമിഡോ ആയിരുന്നു. ബട്ട് ഹിയർ ഇൻ കേസ് ഓഫ് ലോബുലാർ കാർസിനോമ ഇൻസിറ്റു ഇത് കുറച്ചും കൂടെ മോണോട്ടോണസ് ആണ് ദാൻ ഡക്ടൽ കാർസിനോമ ഇൻസിറ്റു. Then mucin positive signate ring cells are present. സിഗ്നേറ്റ് റിംഗ് സെൽസ് ഇവിടെ പ്രസൻ്റ് ആയിരിക്കും, മ്യൂസിൻ പോസിറ്റീവ് ആയിട്ടുള്ള. ഇതാണ് സിഗ്നേറ്റ് റിംഗ് ലൈക്ക് അപ്പിയറൻസ്. നമുക്ക് കാണാൻ പറ്റും ഇതൊരു ന്യൂക്ലിയസ് ആണെന്നുണ്ടെങ്കിൽ ഒരു സെല്ലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലാണ് ന്യൂക്ലിയസ് വരുന്നത്, ലൈക്ക് എ സിഗ്നേറ്റ് റിംഗ്. എങ്ങനെ ആയിരിക്കും? ഇതൊരു സെല്ലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തിട്ടായിരിക്കും ഇതിൻ്റെ ന്യൂക്ലിയസ്, ലൈക്ക് എ സിഗ്നേറ്റ് റിംഗ്. ഓക്കെ. ദെൻ മ്യൂസിൻ പോസിറ്റീവ് ആയിട്ടുള്ള സിഗ്നേറ്റ് റിങ്സ് ആയിരിക്കും കാണുന്നത്, കോമൺലി പ്രസൻ്റ് ആയിരിക്കുന്നത്. ആൻഡ് ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രിയിൽ എന്തൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ലാക്ക് ഓഫ് ഇക്കാഡറിൻ മ്യൂട്ടേഷൻ സംഭവിച്ചു. സോ ദർ ഈസ് എ ലാക്ക് ഓഫ് ഇക്കാഡറിൻ ആൻഡ് ഓൾമോസ്റ്റ് ഓൾവേസ് എക്സ്പ്രസസ് ER/PR. വാട്ട് ഈസ് ER ആൻഡ് PR? ER എന്ന് പറയുമ്പോൾ എന്താ? ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സും PR ഇസ് പ്രൊജസ്ട്രോൺ റിസപ്റ്റേഴ്സ് ഒക്കെ ഓൾവേസ് അവർ എക്സ്പ്രസ് ചെയ്യും. ആൻഡ് ദേ ഡു നോട്ട് ഓവർ എക്സ്പ്രസ് HER2 നിയോപ്ലാസം. ഓക്കെ, ന്യൂ ഓർ HER2 ഇവർ ഓവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല, ബട്ട് ദേ എക്സ്പ്രസ് ER ആൻഡ് PR. കാർസിനോമ ഇൻസിറ്റു ഇറ്റ് ക്യാൻ ബി, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കാർസിനോമ ഇൻസിറ്റു ഏതൊക്കെയാണ്? DCISഉം LCISഉം രണ്ടെണ്ണം പഠിച്ചത്. പ്രിക്കസർ ലീഷനകത്ത് രണ്ടെണ്ണം പഠിച്ചത്. ഇത്രയാണ് നമുക്ക് എപ്പിത്തിയൽ ട്യൂമേഴ്സിനകത്തുള്ള നോൺ ഇൻവേസീവ് കാർസിനോമയെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ രണ്ടെണ്ണമാണ് പഠിച്ചത്, നോൺ ഇൻവേസീവ് കാർസിനോമ. ഒന്ന് ഡക്ടൽ കാർസിനോമ ഇൻസിറ്റുവും മറ്റേത് ലോബുലർ കാർസിനോമ ഇൻസിറ്റു. അതിൻ്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞു, മോളിക്കുലർ ചേഞ്ചസും പറഞ്ഞു, മൈക്രോസ്കോപ്പിക്കലി ആൻഡ് ഗ്രോസ്ലി വരുന്ന വ്യത്യാസങ്ങളുമാണ് ഇപ്പോൾ പറഞ്ഞത്. നേരത്തെ പറഞ്ഞതിൻ്റെ പിക്ചേഴ്സാണ് ഈ കാണുന്നത്, കണ്ടത്. ഇതാണ് പ്ലിയോമോർഫിക് സെൽസ് എന്ന് പറയുന്നത്. രണ്ട് കളറും കാണാൻ പറ്റും സെൽസിന്, ലൈക്ക് ദിസ്. ഇത് പിക്ചറിക് റെപ്രസെൻറ്റേഷനാണ്. ഇതാണ് ഒറിജിനൽ പിക്ചർ HAND-യുടെ. ആൻഡ് പിന്നെ നമ്മളെന്താ പറഞ്ഞത്? കൊമിഡോ അല്ലാതെ നോൺ കൊമിഡോ DCESനകത്ത് ഡിഫറെൻറ്റ് ഷേപ്സിലുള്ളതാണെന്നാണ് പറഞ്ഞത്. സോളിഡ്, ക്രിബ്രിഫോം, പാപ്പിലറി, മൈക്രോ പാപ്പിലറി. ദെൻ വാട്ട് ഈസ് പാപ്പിലറി? പാപ്പിലറി എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? പാപ്പിലറി എന്ന് പറയുമ്പോൾ ഫൈബ്രോ വാസ്കുലർ കോർ, പാപ്യൂൾസിൽ തന്നെ ഫൈബ്രോ വാസ്കുലർ കോഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. സോ ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും, ദിസ് ഈസ് ഫൈബ്രോ വാസ്കുലർ കോർ. ഇങ്ങനത്തെ ഒരു കോറ് ഈ പാപ്പിലയുടെ ഉള്ളിൽ കാണാൻ പറ്റും. ഈ ഒരു പാപ്പിലറി സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഈ ഒരു കോർ ഉണ്ടല്ലോ, ഇതാണ് പാപ്പിലറി ആയിട്ടുള്ള, അതായത് പാപ്പിലറി DCS, നോൺ കൊമിഡോ DCS എന്ന് പറയുന്നത്. വേറെ മൈക്രോ പാപ്പിലറി എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ദിസ് ഈസ് മൈക്രോ പാപ്പിലറി എന്ന് പറഞ്ഞാൽ ഫൈബ്രോ വാസ്കുലർ കോർ. ഇവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു, ഫൈബ്രോ വാസ്കുലർ കോറിന് വരാൻ വേണ്ടി ഇവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ബട്ട് അത് ഇവിടെ ആ സ്പേസ് ഇല്ല, കംപ്ലീറ്റ്ലി സെൽസ് വെച്ച് കവേർഡ് ആണ്. ദാറ്റ് ഈസ് വിത്തൗട്ട് ഫൈബ്രോ വാസ്കുലർ കോർ ആണ് എന്ത്? മൈക്രോ പാപ്പിലറി നോൺ കൊമിഡോ DCIS. ആൻഡ് ദിസ് ഈസ് എ സ്ട്രക്ചർ ഓഫ് സെൻട്രലി നെക്രോട്ടിക്. നമ്മൾ DCIS അതുപോലെ ഇൻവേഴ്സീവ് കാർസിനോമയുടെ മെയിൻ DCISൻ്റെ നമ്മളെന്താ പറഞ്ഞത്? പ്ലിയോമോർഫിക് ആയിട്ടുള്ള എപ്പിത്തീലിയൽ സെൽസിലായിരിക്കും. സെൻട്രലി നമുക്ക് നെക്രോസിസ് കാണാൻ പറ്റും. ഇത് പിക്ചറിക്കലി റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സെൻട്രൽ ആയിട്ടുള്ള നെക്രോട്ടിക് ഏരിയ ആൻഡ് ഡക്ട് അലൈൻഡ് ബൈ ദി പ്ലിയോമോർഫിക് ആയിട്ടുള്ള മാലിഗ്നന്റ് സെൽസ്. ഇനി ഇൻവേഴ്സീവ് ബ്രസ്റ്റ് കാർസിനോമയുടെ മോളിക്കുലർ സബ്ടൈപ്സ് നോക്കുന്നത് മെയിൻലി ഇതൊരു ടേബിളായിട്ട് ഇതിനകത്തുണ്ട്. വിച്ച് ഇസ് ER പോസിറ്റീവ്, HER നെഗറ്റീവ് വരാം. അതാണ് ലുമിനൽ. ഓർ നേരത്തെ പറഞ്ഞിരുന്നു ക്ലാസിഫിക്കേഷനകത്ത് പാറ്റേൺ, മോളിക്കുലർ പാറ്റേൺസിൽ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസാണ് പറയുന്നത് ഇവിടെ. HER പോസിറ്റീവ് ഓർ ER പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓർ ഇറ്റ് ക്യാൻ ബി ട്രിപ്പിൾ നെഗറ്റീവ്. ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ മൂന്നാണ് നെഗറ്റീവ് ആയിരിക്കും. ER നെഗറ്റീവ്, PR നെഗറ്റീവ് ആൻഡ് HER2 നെഗറ്റീവ്. ഇനി പെർസെൻറ്റേജ് ഓഫ് ഒക്കറൻസ് ഓഫ് ER പോസിറ്റീവ്, HER നെഗറ്റീവ് ലുമിനലാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് വരുന്ന 40 to 55% ലോ പ്രൊലിഫറേറ്റീവ് ആയിട്ടുള്ളതിൻ്റെ. ബട്ട് ഹൈ പ്രൊലിഫറേറ്റീവ് ആകുമ്പോൾ 10% വരും. വേറാസ് HER2ൻ്റെ 22% വരുന്നുള്ളൂ. HER2 പോസിറ്റീവ് വരുന്നത് 20%. ഇറ്റ് ക്യാൻ ബി എയ്തർ ER പോസിറ്റീവ് ഓർ ER നെഗറ്റീവ്. ആൻഡ് ഇതിനെ വിളിക്കുന്നത് HER എൻറിച്ച്ഡ് എന്നാണ്. ഇവിടെ ലുമിനൽ എന്ന് വിളിച്ചു, ഇവിടെ HER എൻറിച്ച്ഡ്. ആൻഡ് ദിസ് വൺ ഈസ് ട്രിപ്പിൾ നെഗറ്റീവ് അല്ല. ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ബേസൽ ലൈക്ക്. ഓക്കെ,
ബേസിലേക്ക് ഒരു ട്രിപ്പിൾ നെഗറ്റീവ് എത്ര വരുന്നത് 15% ആയിരിക്കും ഒക്കറൻസ്, ചാൻസ് ഓഫ് ഒക്കറൻസ്. വേറെ സ്പെഷ്യൽ ഹിസ്റ്റോളജിക്കൽ ടൈപ്സ് ഓഫ് HER പോസിറ്റീവ് ER നെഗറ്റീവ് ഇറ്റ് ക്യാൻ ബി വെൽ ഓർ മോഡറേറ്റഡ് ഓർ പുവർലി ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ലൊബ്യൂൾസ് കാണാൻ പറ്റും. ആൻഡ് ലോ പ്രൊലിഫറേറ്റീവ് ആണെങ്കിൽ ലൊബ്യൂൾസ് മാത്രമല്ല ട്യൂബുലാർ, മ്യൂസിനസ് ആൻഡ് പാപ്പുലറിയും കാണാൻ പറ്റും. വേറെ HER പോസിറ്റീവ് ആണ്, HER2 പോസിറ്റീവ് ഓർ HER എൻറിച്ച്ഡ് ആണെന്നുണ്ടെങ്കിലോ സ്പെഷ്യൽ ഹിസ്റ്റോളജിക്കൽ സബ് ടൈപ്സ് ആർ സം അപ്പോക്രൈൻ ആയിട്ടുള്ള മൈക്രോ പാപ്പുലറീസ് ആയിരിക്കും കാണുന്നത്. വേറെ ട്രിപ്പിൾ നെഗറ്റീവ് ആണെങ്കിൽ കാർസിനോമ വിത്ത് മെഡുലറി ഫങ്ഷൻസ് ആണ് കാണാൻ പറ്റുന്നത്. സോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കാർസിനോമ വിത്ത് മെഡുലറി ഫങ്ഷൻ എന്നെടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ട്രിപ്പിൾ നെഗറ്റീവിനെ ആയിരിക്കും ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിട്ടുണ്ടാകുന്നത്. ട്രിപ്പിൾ നെഗറ്റീവ് കാർസിനോമയെ കുറിച്ചിട്ട് പറയാനായിരിക്കും. ഓക്കെ, മെഡുലറി ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറയുന്നത് ഇതിന് മാത്രമേ ഉള്ളൂ. മെഡുലറി ഇതിന് രണ്ട് അത്യാവശ്യം കോമൺ ഫീച്ചേഴ്സാണ് പറഞ്ഞത്. മൈക്രോ പാപ്പുലറി കാർസിനോമ ഉണ്ടാവും. ഇവിടെ ആണെങ്കിൽ മൈക്രോ അല്ല പാപ്പുലറി ആയിട്ടുള്ള കാർസിനോമ ആയിരിക്കും വരുന്നത്. ബട്ട് ഇത് രണ്ടിലും എൻ്റെ ഒരു ഡിഫറെൻ്റ് ആക്കുന്നത് എന്താ സാധനം, മെഡുലറി ഫീച്ചേഴ്സ് കാണിക്കുന്ന ട്രിപ്പിൾ നെഗറ്റീവിന്. ഓക്കെ, ടൈപ്പ് ഓഫ് പേഷ്യൻസ് ആണ്, ഏതൊക്കെ പേഷ്യൻസിനാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ER പോസിറ്റീവ് HER2 നെഗറ്റീവ് ലോ പ്രൊലിഫറേറ്റീവ് ആണെങ്കിൽ ഓൾഡ് വുമൻസ് ആൻഡ് മെന്നിനെ എഫക്റ്റ് ചെയ്യും. വേറാസ് ഹൈലി പ്രൊലിഫറേറ്റീവ് ആവുന്നത് BRCA2 BRCA2 മ്യൂട്ടേഷൻ ക്യാരിയേഴ്സിലേക്കും. വേറാസ് HER എൻറിച്ച്ഡ് ഓർ HER2 പോസിറ്റീവ് ER പോസിറ്റീവ് ഓർ നെഗറ്റീവ് വരുന്നത് അഫക്റ്റ് ചെയ്യുന്നത് യങ് വുമൻസ് TP53 മ്യൂട്ടൻറ്റ് ക്യാരിയേഴ്സിലേക്കായിരിക്കും ഇത് അഫക്റ്റ് ചെയ്യുന്നത്. വേറാസ് ട്രിപ്പിൾ നെഗറ്റീവ് യങ് വുമൻസ് തന്നെ ഇവിടെ BRCA1 മ്യൂട്ടേഷൻ ക്യാരിയേഴ്സിലായിരിക്കും എഫക്റ്റ് ചെയ്യും. ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ BRCA1 ജീൻ എഫക്റ്റ് ചെയ്യും. വേറാസ് ER പോസിറ്റീവ് HER2 നെഗറ്റീവ് എന്ന് പറയുമ്പോൾ BRCA2നെ എഫക്റ്റ് ചെയ്യുന്നത് മ്യൂട്ടേഷൻ. വേറാസ് ഇവിടുത്തെ ഏത് ജീൻ മ്യൂട്ടേഷനാണ് പറഞ്ഞത്, HER എൻറിച്ച്ഡ് ആണെങ്കിൽ TP53. അപ്പോപ്റ്റോസിസ് അല്ല, മേജർ റെഗുലേറ്ററും ഗാർഡിയൻ ഓഫ് ഒരു ജീനും ദാറ്റ് ഇസ് TP53നെയാണ് അതിവിടെ മ്യൂട്ടേഷൻ എഫക്റ്റ് ചെയ്യുന്നത്. ദെൻ മെയിൻ ഗ്രേഡ്സ് ആണ് പറയുന്നത്. ER പോസിറ്റീവ് HER2 നെഗറ്റീവ് ആണെങ്കിൽ ഗ്രേഡ് 1 and 2. ദെൻ HER2 പോസിറ്റീവ് ആണെങ്കിൽ ഗ്രേഡ് 2 and 3 ആൻഡ് ട്രിപ്പിൾ നെഗറ്റീവിന് ഗ്രേഡ് 3 എന്നാണ് മാർക്ക് ചെയ്യുന്നത്. ദെൻ സിമിലർ ഗ്രൂപ്പ് ഡിഫൈൻഡ് ബൈ ദി mRNA പ്രൂഫിംഗ്. mRNA പ്രൂഫിംഗ് വെച്ചിട്ട് എങ്ങനെ സിമിലർ ഗ്രൂപ്പ്സിനെ ഡിഫൈൻ ചെയ്തത്, ക്യാൻ ബി either luminal A or luminal B, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ HER2 എൻറിച്ച്ഡ് ആണെങ്കിൽ ക്യാൻ ബി luminal B or HER2 എൻറിച്ച്ഡ് ആയിട്ടായിരിക്കും. ആൻഡ് ട്രിപ്പിൾ നെഗറ്റീവ് ആണെങ്കിലോ ബേസൽ ലൈക്ക് ആണ്, സിമിലർ ഗ്രൂപ്പ് ഡിഫൈൻഡ് ബൈ mRNA പ്രൂഫിംഗ്. ദെൻ കോമൺ സൊമാറ്റിക് മ്യൂട്ടേഷൻസ് ഇതെല്ലാവർക്കും പെർസെൻറ്റേജ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും PIK3CA ആൻഡ് TP53 മ്യൂട്ടേഷനാണ് വരുന്നത്. ഓക്കെ, എക്സെപ്റ്റ് ഫോർ ട്രിപ്പിൾ നെഗറ്റീവ് ദർ ഈസ് ഓൺലി TP53 മ്യൂട്ടേഷൻ. പെർസെൻറ്റേജ് ഓഫ് മെറ്റാസ്റ്റസിസും ഡിഫർ ബേസ്ഡ് ലൈക്ക് ബോണിലാണോ വിസറിലാണോ ബ്രെയിനിലാണോ എന്നുള്ളത് ഡിഫറെൻറ്റ് ട്യൂമേഴ്സിന് ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് എല്ലായിടത്തും ഏറ്റവും കൂടുതൽ ബോണിന്, ദെൻ വിസറ ആൻഡ് ബ്രെയിൻ, ആ ഒരു ഓർഡറിൽ തന്നെയാണ്. ദെൻ കംപ്ലീറ്റ് റെസ്പോൺസ് ടു കീമോതെറാപ്പി. കംപ്ലീറ്റ് റെസ്പോൺസ് ടു കീമോതെറാപ്പി ലെസ് ദാൻ 10% തരുന്നത് ലോ പ്രൊലിഫറേറ്റീവ് ആയിട്ടുള്ള ER പോസിറ്റീവ് HER2 നെഗറ്റീവ് ആണ്. വേറാസ് നിയർലി 10% ആണെങ്കിൽ ER പോസിറ്റീവ് HER2 നെഗറ്റീവിൻ്റെ ഹൈ പ്രൊലിഫറേറ്റീവ് ആയിരിക്കും. വേറാസ് HER2 എൻറിച്ച്ഡ് ആണെങ്കിലോ 15% ആയിരിക്കും അത് ER പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക്. വേറാസ് 30% ആയിരിക്കും ഇൻ കേസ് ഇഫ് ER ഈസ് നെഗറ്റീവ്. ദെൻ ട്രിപ്പിൾ നെഗറ്റീവ് ആണെങ്കിലോ 30% ആയിരിക്കും കാണിക്കുന്നത്. റിക്കറൻസ് വരുന്നത് ലേറ്റ് റിക്കറൻസ് മോർ ദാൻ 10 years എടുക്കും. എന്തിന് ER പോസിറ്റീവ് HER2 നെഗറ്റീവ് ലുമിനൽ ടൈപ്പിൻ്റെ ലോ പ്രൊലിഫറേറ്റീവിൻ്റെ റിക്കറൻസിൻ്റെ ചാൻസ്. വേറാസ് ഹൈ പ്രൊലിഫറേറ്റീവ് ആയവർക്ക് ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും. വേറാസ് HER2 പോസിറ്റീവ് ER പോസിറ്റീവ് ഓർ നെഗറ്റീവിൻ്റെ ആണെങ്കിലോ 15% ആണ് റെസ്പോൺസ് ടു കീമോതെറാപ്പി ആൻഡ് റിക്കറൻസ് ഇസ് യൂഷ്വലി ഷോർട്ട്, ലെസ് ദാൻ 10 yearsലായിരിക്കും ഇവരുടെ റിക്കറൻസ് യൂഷ്വലി വരുന്നത്. ആൻഡ് ഓൺലി ഫോർ എ ഷോർട്ട് പീരീഡ്. വേറാസ് ട്രിപ്പിൾ നെഗറ്റീവിൻ്റെയോ ഇതും ഷോർട്ടാണ്, മോർ ദാൻ 10 year ഒന്നും ഇല്ലല്ലോ. സോ ദേ ആർ ഷോർട്ട്, ലെസ് ദാൻ 8 yearനുള്ളിൽ തന്നെ റെക്കറൻസ് വരും. കോമൺ ഫീച്ചേഴ്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻവേസീവ് എന്ന് പറയുമ്പോൾ എന്താ, ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദി പ്രസൻസ് ഓഫ് ട്യൂമർ സെൽസ് ഔട്ട്സൈഡ് ഓഫ് ദി ഡക്ട് ലോബ്യൂൾ യൂണിറ്റ് ആൻഡ് ഇൻ ടു ദി സറൗണ്ടിങ് ദ സ്ട്രോമ. സോ ട്യൂമർ വരുന്ന ഇൻ കേസ് ഒരു ഡക്റ്റിലോ ലോബ്യൂൾസിലുള്ള ട്യൂമർ ഉണ്ടല്ലോ, സാധാരണ ബേസ്മെൻറ്റ് മെംബ്രെയിൻ വെച്ചിട്ട് ലിമിറ്റ് ചെയ്യുന്നുണ്ട് ഇൻ കേസ് ഓഫ് നോൺ ഇൻവേസീവ്. ബട്ട് ഇൻവേസീവ് ആകുമ്പോഴോ ദേ ആർ സ്പ്രെഡിങ് ടു ദി സറൗണ്ടിങ് ബ്രസ്റ്റ് സ്ട്രോമ, ദാറ്റ് ഈസ് ഇൻവേസീവ് ട്യൂമർ. ദാറ്റ് ഈസ് ഡെസ്മോപ്ലേസിയ എന്ന് പറയുമ്പം മാർക്കഡ് സ്ട്രോമൽ ഫൈബ്രോസിസ് ഉണ്ട്, അവിടെ ഫൈബ്രസ് ഫോർമേഷൻ ഉണ്ട്, ഫൈബ്രോസിസ് നടന്നിട്ടുണ്ട്, മാർക്കഡ് സ്ട്രോമൽ ഫൈബ്രോസിസ്, അതാണ് ഡെസ്മോപ്ലേസിയ. ദെൻ ഇവരുടെ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ എങ്ങനെയായിരിക്കും, ഓൾമോസ്റ്റ് ഓൾവേസ് പ്രൊഡ്യൂസസ് എ
palpable mass, and in over 50% of patients are associated with the axillary lymph node metastasis. And invasion ഉണ്ടെങ്കിലോ dimpling of the skin or fixation of the tumor to the underlying chest wall will be there. Okay, so they invade to the dermis. The dimpling of the skin or fixation of the tumor underlying chest wall-ലേക്ക് വരുമെന്ന് പറയുമ്പം they invade to dermis-ലേക്ക് അത് invade ചെയ്യുന്നുണ്ടാവും. Whereas retraction of nipple may occur when tumor involves the central portion of the breast. അപ്പോൾ tumor in central portion of the breast എങ്ങനെ ഇരിക്കും? Retraction of nipple. If tumor is occurring is due to some invasion കൊണ്ടാണെങ്കിൽ there will be a dimpling of the skin. Dimpling എന്ന് പറയുമ്പോൾ എന്താ? Like retraction, there will be dimples formation, dimpling of the skin or fixation of the tumor to underlying chest wall ഒക്കെ ഫിക്സ്ഡ് ആവും. കാരണം എന്താ? ദേ ആർ ഇൻവേസീവ്. സോ ബേസ്മെൻറ്റ് മെംബ്രെയിനെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ they become fixed. സോ ദീസ് ആർ ദി ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ. എന്തൊക്കെയായിരുന്നു? പാൽപ്പബിൾ മാസ് ആയിരിക്കും അവർ. ആൻഡ് ഇവർ ആക്സിലറി ലിംഫ് നോട്ടിലേക്കൊക്കെ മെറ്റാസ്റ്റസൈസ് ചെയ്യുന്നുണ്ട്. ഇൻവേഷൻ ഉള്ളവർ എന്ത് ചെയ്യും? ഡിംപ്ലിംഗ് ഓഫ് ദ സ്കിൻ ഓർ ഫിക്സേഷൻ കാണിക്കും. എന്തുകൊണ്ട് ഫിക്സേഷൻ കാണിക്കും? അണ്ടർലൈൻ ചെസ്റ്റ് വോളിലേക്ക്? ബിക്കോസ് ദേ ആർ അസോസിയേറ്റഡ് വിത്ത് നല്ല, ബിക്കോസ് ദേ ആർ ഇൻഫിൽട്രേറ്റിംഗ് ടു ദി ബേസ്മെൻറ്റ് മെംബ്രെയിൻ, because they are not limited by the basement membrane. A retraction of the nipple കാണാൻ പറ്റും in the central portion of the breast. Then lymphatic involvement. The involved lymphatics may block the local area of the skin drainage and causes lymphedema and thickening of the skin. So ഇൻവോൾവ് ആയിട്ടുള്ള ലിംഫ് നോട്ട്സ്, ആ ലിംഫാറ്റിക് ഏരിയനെ ഇവർ എന്ത് ചെയ്യും? ആ ലോക്കൽ ലിംഫ് നോട്ട്സിനെ ഇവർ സ്കിന്നിനെ ഒക്കെ ഇവർ ഡ്രെയിൻ ചെയ്യും. ദേ ബ്ലോക്ക് ദി ലോക്കൽ ഏരിയ ഓഫ് ദി സ്കിൻ ഡ്രെയിനേജ്. ലോക്കൽ ഏരിയ ഓഫ് സ്കിൻ ഡ്രെയിനേജിൻ്റെ ലോക്കൽ ഏരിയനെ ഇവർ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് എന്ത് പറ്റും? ലിംഫ് കൂടുതൽ അവിടെ അക്യുമുലേറ്റ് ചെയ്ത് ലിംഫ് എഡിമ വരും. ലിംഫ് എഡിമ തിക്കണിങ് ഓഫ് ദി സ്കിൻ ഒക്കെ ചെയ്യും. So that causes thickening of the skin and lymph edema. Mammographically invasive carcinomas most commonly present as radio dense mass ആയിട്ട് കാണുന്നത്. എന്തുകൊണ്ട് മാമോഗ്രഫിക്കലി റേഡിയോ ഡെൻസ് മാസ് ആയിട്ട് ഇവർ കാണുന്നത്? ബിക്കോസ് ഓഫ് ദി ലിംഫ് എഡിമ. നോൺ ഇൻവേസീവ് ഇൻഫിൽട്രേറ്റിംഗ് കാർസിനോമ or invasive ductal carcinoma. So invasive ductal carcinoma of no special type constitute about 70 to 80% of the carcinomas. Larger the carcinomas may infiltrate the pectoralis muscle and be fixed to the chest wall or invade into the dermis and producing dimpling of the skin. If the tumor is in the central portion of the breast, it may cause a retraction of the nipple. So ഇതിൻ്റെ ബേസിലാണ് ഇൻവേസീവ് കാർസിനോമ ഏത് ടൈപ്പാണ് എന്നറിയുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി എയ്തർ ഇത് ഇൻഫിൽട്രേറ്റ് ചെയ്ത് പെക്ടറാലിസ് മസിലിലേക്കൊക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ഫിക്സ്ഡ് ആയിരിക്കും. ദേ റിമെയിൻ ഫിക്സ്ഡ് to the chest wall. But ഇത് ഡെർമിസിലേക്ക് ഇൻവേഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ ദേ കോസസ് ഡിംപിളിംഗ്. ഓക്കെ, ദെൻ സെൻട്രൽ പോർഷനിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ കോസസ് റിട്രാക്ഷൻ ഓഫ് ദി നിപ്പിൾ. ഓക്കെ, ദീസ് ആർ ദി 3 ഇൻഫിൽട്രേറ്റിംഗ് ഫീച്ചേഴ്സ്. പറയാൻ പറ്റില്ല. അപ്പം ദി അബൌട്ട് invasive carcinoma of small not special type constitute about 70 to 80% of carcinoma which can be either fixed or dimpling of the skin കാണും, അല്ലെങ്കിൽ റിട്രാക്ഷൻ ഓഫ് ദ നിപ്പിൾ കാണും. റിട്രാക്ഷൻ ഓഫ് നിപ്പിൾ വരാൻ റീസൺ സെൻട്രൽ പോർഷൻ എഫക്റ്റ് ചെയ്യുമ്പോൾ, ഡിംപ്ലിംഗ് ഓഫ് ദ സ്കിൻ വരാൻ റീസൺ ഇൻവേഡ്സ് ഇൻ ദി ഡെർമിസ്. വെറാസ് ഫിക്സ്ഡ് ഡൗൺ എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ഇൻഫിൽട്രേഷൻ ടു ദി പെക്ടോറാലിസ് മസിൽ. മോർഫോളജി. സോ മോർഫോളജിക്കലി നമ്മൾ ഗ്രോസും പറയുന്നുണ്ട്, മൈക്രോസ്കോപ്പിക്കലിയും പറയുന്നുണ്ട്. ഗ്രോസ് എന്ന് പറയുമ്പം ഇറ്റ് ക്യാൻ ബി either ഫോം ടു ഹാർഡ് in consistency. So consistency it can be formed to hard and have a irregular outlines or borders. So ഇതെന്തുകൊണ്ടായിരിക്കും firm or hard consistency എന്ന് പറയുന്നത്? Because it can be due to some retraction of nipple due to involvement of central portion or dimpling due to involvement of dermis, അല്ലെങ്കിൽ fixed due to involvement of pectoralis muscle. Thus it become hard in consistency and become irregular in the outer outline or border. Then കട്ട് സെക്ഷനിൽ എന്തായിരിക്കും കാണാൻ പറ്റുന്നത്? പ്രൊഡ്യൂസസ് ക്യാരക്ടറിസ്റ്റിക് ഗ്രേറ്റിംഗ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഗ്രേറ്റിംഗ് സൗണ്ട് സിമിലർ ടു ദി കട്ടിംഗ് എ വാട്ടർ ചെസ്റ്റ്നട്ട് ആൻഡ് ദി കട്ട് സെക്ഷൻ ഓൾസോ റിട്രാക്ട് ബിലോ ദി സർഫസ്. സോ കട്ട് സർഫസ് എന്ത് ചെയ്യും? റിട്രാക്ട് ചെയ്യുന്നുണ്ട് ബിലോ സർഫസ് ആൻഡ് ദേ മേക്സ് എ ഗ്രേറ്റിംഗ് സൗണ്ട് ഓൺ കട്ടിംഗ്. ദേ ആർ ഡെൻസ് ഫൈബ്രസ് സ്ട്രോമ ആയിരിക്കും. ഈ ഡെൻസ് ഫൈബ്രസ് സ്ട്രോമ ഉള്ളതുകൊണ്ടാണ് ദേ മേക്സ് എ ഗ്രേറ്റിംഗ് സൗണ്ട് ഓൺ കട്ടിംഗ്. ദെൻ മൈക്രോസ്കോപ്പിക്കലി എന്താ കാണുന്നത്? ഇൻവേസീവ് breast carcinomas are graded according to the Nottingham histological score. So they are mainly
ഈ സ്കോർ എങ്ങനെ എന്തിൻ്റെ ബേസിലാണത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ദേ ആർ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ട്യൂബ്യൂൾ ഫോർമേഷൻ, ന്യൂക്ലിയർ പ്ലിയോമോർഫിസം ആൻഡ് മൈറ്റോട്ടിക് റേറ്റ്. So they mainly score the Rottingham histological score mainly divided into grade 1, grade 2 and grade 3 other 3 classifications.